ടോപ്പ് ആൻഡ് ടേസ്റ്റിന്റെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് വളരെ സ്വീറ്റ് ആയിട്ടുള്ള മൈസൂർ പാക്കാണ്. ബേക്കറിയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന അതേ ടേസ്റ്റോടുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൈസൂർ പാക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. മൈസൂർ പാക്ക് ആദ്യമായി ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുകയും ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുകയും ചെയ്യണം. വളരെ സോഫ്റ്റായ മൈസൂർ പാക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഇത് തയ്യാറാക്കാനായി 250 ഗ്രാം കടലമാവാണ് എടുത്തിട്ടുള്ളത്. അടുത്തതായി നെയ്യ് എടുത്തിട്ടുണ്ട്. 300 ഗ്രാം നെയ്യാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിൽ ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല. ഇനി കടലമാവ് നമുക്കൊന്ന് വറുത്തെടുക്കണം. ഈ കടലമാവ് വറുത്തെടുക്കുമ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ മാത്രം നമുക്ക് വറുത്തെടുത്താൽ മതി. ഒരുപാട് മൂത്ത് പോകരുത്. തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് മാത്രമേ വറുക്കാൻ പാടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ ഒരു കാരണവശാലും ഇടാൻ പാടില്ല. കടലമാവിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇതിനെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് നമുക്കിത് തണുക്കാനായി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇത് തണുത്തതിന് ശേഷം അരിപ്പയിലേക്ക് മാറ്റി ഇതൊന്ന് അരിച്ചെടുക്കാം. ഇത് അരിച്ചെടുക്കുമ്പോഴാണ് ഇതിൻ്റെ കട്ടകളൊക്കെ മാറും. വളരെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് മാവ് കിട്ടും. മാവെല്ലാം നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതാ കട്ടകളൊക്കെ ഉണ്ട്, അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ മാവിലേക്ക് നമുക്ക് നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒഴിച്ച് ഇതിനൊന്ന് കലക്കിയെടുക്കാം. നെയ്യ് ഒരല്പം ചൂടാക്കിയാണ് ഞാൻ ഈ മാവിലേക്ക് ഒഴിക്കുന്നത്. ഈ മാവ് നമുക്ക് നെയ്യ് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ രീതിയിൽ ഇതിനെ നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അല്പം ചൂട് നെയ്യ് ഒഴിക്കാൻ കാരണം നമ്മൾ പഞ്ചസാര ലായനിയൊക്കെ ഇനി അടുത്ത് ചെയ്ത് വരുന്ന സമയത്ത് ഈ നെയ്യ് ചിലപ്പോൾ കട്ടിപിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാവും കട്ടിപിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഒരല്പം ചൂട് നെയ്യ് ഒഴിക്കാൻ പറഞ്ഞത്. ഇനി മൈസൂർ പാക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായി ഒരു പാത്രം ആവശ്യമുണ്ട്. ആ പാത്രത്തിൽ നേരത്തെ തന്നെ നമ്മൾ നെയ്യെല്ലാം പുരട്ടി തയ്യാറാക്കി വെച്ചേക്കണം. അടുത്തതായി പഞ്ചസാര ലായനി തയ്യാറാക്കാനായി 250 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. 250 ഗ്രാം മാവിന് 250 ഗ്രാം പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് പകുതി വെള്ളം ഒഴിച്ച് ഇത് അടുപ്പത്തേക്ക് വെച്ച് നമുക്കിതിനെ ഒന്ന് ഉരുക്കിയെടുക്കണം. ഈ പഞ്ചസാര ലായനി ഒറ്റനൂൽ പരുവം ആകുന്നത് വരെ നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഒറ്റനൂൽ പരുവം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പഞ്ചസാര ലായനി ഒന്ന് ഉരുകി വരുമ്പോൾ നമ്മൾ കയ്യിലൊന്ന് എടുത്ത് എങ്ങനെ ഒന്ന് നോക്കുമ്പോൾ നമുക്കറിയാം ഒരു നൂല് പോലെ വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ടെക്സ്ചർ. ഇനി നമുക്ക് മാവ് നമ്മൾ കലക്കി വെച്ചിരുന്നതായ കടലമാവ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അങ്ങോട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം കൈ വിടാതെ തുടർച്ചയായി നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം ചൂട് നെയ്യ് മാത്രമേ ഇതിലേക്ക് ഉപയോഗിക്കാവൂ. ഞാൻ ബാക്കിയുള്ള നെയ്യ് ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതിനൊന്ന് ചെറുതായി ചൂടായി ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മൾ ചൂടാക്കി എടുക്കാൻ. വീണ്ടും ഇത് നെയ്യ് ചേർത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കാം. 2-3 മിനിറ്റിന് ശേഷം വീണ്ടും നമുക്ക് ചൂട് നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. വീണ്ടും ഇത് 2ാം പ്രാവശ്യമാണ് ഞാൻ നെയ്യ് ചേർക്കുന്നത്. നമ്മൾ നേരത്തെ കാണിച്ചതായ എല്ലാ നെയ്യും ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്. വീണ്ടും നമുക്കൊരു 2-3 മിനിറ്റ് വരെ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് അല്ലെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമ്മളിത് ചെയ്തുകൊണ്ടേയിരിക്കണം. തുടർച്ചയായി ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഈ മാവ് പാനിൽ നിന്ന് വിട്ടു വരുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതോടൊപ്പം തന്നെ നെയ്യും നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് അടുത്ത് ബാക്കി വരുന്നതായ എല്ലാ നെയ്യും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നില്ല. നെയ്യ് ചേർത്ത് ചെയ്യുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മൈസൂർ പാക്കാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇനി ഒരു ബാക്കിയുള്ള നെയ്യും കൂടെ ഒഴിച്ച് നമുക്ക് വീണ്ടും ഇതിനെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇപ്പോൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ പാനിൽ നിന്ന് മാവ് വിട്ട് വരുന്നുണ്ട്. ഇതാണ് കറക്റ്റ് ഇതിൻ്റെ ഒരു അളവെന്ന് പറയുന്നത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് ഇതേ പാത്രത്തിൽ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം തയ്യാറാക്കി വെച്ചിരുന്നതായ പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് മാറ്റാം. ഇനി മൈസൂർ പാക്ക് കട്ട് ചെയ്യാൻ പാകത്തിന് നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഒരല്പം കട്ടിയായി തന്നെ ഇതിനെ ലെയറാക്കി നമുക്ക് വെക്കാം. ഇത് ചെറുതായി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഇതിൻ്റെ വലുപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഞാനിവിടെ ഒരല്പം വലുപ്പത്തിലാണ് ഇത് കട്ട് ചെയ്ത് എടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം വീണ്ടും ഇതിൽ നിന്ന് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ മാറ്റാം. വളരെ ടേസ്റ്റും സോഫ്റ്റുമായിട്ടുള്ള നമ്മുടെ മൈസൂർ പാക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റോടുകൂടെ തന്നെയാണ് മൈസൂർ പാക്ക് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഞാനിവിടെ 300 ഗ്രാം നെയ്യാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് നെയ്യ് മുഴുവനായും ഇല്ല എന്നുണ്ടെങ്കിൽ
അല്ലെങ്കിൽ 150 ഗ്രാം നെയ്യ് 150 ഗ്രാം സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചും നമുക്ക് ചെയ്യാവുന്നതാണ്. നെയ്യ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇത് കണ്ടില്ല, വളരെ സോഫ്റ്റായിട്ടുള്ള മൈസൂർ പാക്കാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഞാനിവിടെ ഒരെണ്ണം കട്ട് ചെയ്ത് കാണിച്ചു തരാം. വളരെ സോഫ്റ്റാണ്, ഇതിൻ്റെ അകമൊക്കെ നല്ലതുപോലെ സോഫ്റ്റായിട്ടുള്ള ഒരു മൈസൂർ പാക്കാണ് ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ ഇത് തയ്യാറാക്കി നോക്കുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുകയും വേണം. മറ്റൊരു സന്തോഷ വാർത്ത കൂടെ നിങ്ങളെ അറിയിക്കാനുണ്ട്. ടോപ്പ് ആൻഡ് ടേസ്റ്റ് എന്ന ഈ ചാനൽ 1000 സബ്സ്ക്രൈബർ കടന്നിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഇതിന് സാധിച്ചിരിക്കുന്നത്. എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. മാത്രമല്ല, ടോപ്പ് ആൻഡ് ടേസ്റ്റിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ നിങ്ങൾ ഫോളോ ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.